മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സ്വന്തം അടയാളം രേഖപ്പെടുത്തിയ നടനായിരുന്നു സന്തോഷ് നായർ. വില്ലനായും സ്വഭാവ നടനായും ഹാസ്യതാരമായും 100ഓളം സിനിമകളിൽ തിളങ്ങിയ അദ്ദേഹം കേവലം ഒരു അഭിനേതാവ് എന്നതിലുപരി മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ആത്മമിത്രവും സഹപാഠിയുമായിരുന്നു. സിനിമയിലെ വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ഭയപ്പെടുത്തിയ സന്തോഷ് യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹനിധിയായ ഒരു മനുഷ്യസ്നേഹിയും മികച്ച സംഘാടകനുമായിരുന്നു. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ സന്തോഷ് നായരുടെ ജീവിതം സിനിമാ കഥയേക്കാൾ വിസ്മയകരമാണ്. തിരുവനന്തപുരം MG കോളേജിലെ പഠനകാലമാണ് സന്തോഷിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ താരോദയങ്ങളിൽ ഒന്നായ മോഹൻലാൽ സന്തോഷിന്റെ അടുത്ത സുഹൃത്തായി മാറുന്നത് ഇവിടെ വെച്ചാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ സന്തോഷും മോഹൻലാലും ഒരേപോലെ സജീവമായിരുന്നു. മോഹൻലാൽ അന്ന് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് സന്തോഷ് പല അഭിമുഖങ്ങളിലും ഓർത്തെടുത്തിട്ടുണ്ട്. ക്യാമ്പസിൽ അന്ന് SFIക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. സന്തോഷ് ആകട്ടെ NDPയുടെ വിദ്യാർത്ഥി സംഘടനയായ DSUവിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. പുറമെ നിന്ന് നോക്കുന്നവർക്ക് അദ്ദേഹം ABVP പ്രവർത്തകനാണെന്ന തോന്നൽ ഉണ്ടായിരുന്നെങ്കിലും കോളേജ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം DSUവിൽ ചേർന്നത്. രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായ സൗഹൃദത്തിന് സന്തോഷും ലാലും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. RSS ശാഖയിൽ മുഖ്യ ശിക്ഷക് ചുമതലകൾ വഹിച്ചിരുന്ന അദ്ദേഹം തന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നപ്പോഴും സഹപാഠികളോട് പുലർത്തിയിരുന്ന സ്നേഹം മാതൃകാപരമായിരുന്നു. കോളേജ് മാഗസിൻ എഡിറ്ററായിരുന്ന സന്തോഷ് ബുള്ളറ്റിൻ ക്യാമ്പസിലൂടെ കറങ്ങി നടന്നിരുന്ന ഒരു മാസ് ഹീറോ തന്നെയായിരുന്നു. 1982 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് വെള്ളിത്തിരയിലേക്ക് കടന്നു വരുന്നത്. അഭിനയത്തിലുള്ള താല്പര്യവും തന്റെ ഉറച്ച ശരീരപ്രകൃതിയും സിനിമാക്കാർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. പിന്നീട് വില്ലൻ വേഷങ്ങളിലൂടെ ഒരു നിര തന്നെ അദ്ദേഹത്തെ തേടിയെത്തി. 1980കളിലെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന PG വിശ്വംഭരൻ, IV ശശി തുടങ്ങിയ മുൻനിര സംവിധായകരുടെ ചിത്രങ്ങളിൽ സന്തോഷ് സ്ഥിരമായി ഇടം പിടിച്ചു. ഏപ്രിൽ 18 ഇവിടെ തുടങ്ങുന്നു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വില്ലൻ വേഷങ്ങൾ അദ്ദേഹത്തിന് വലിയ ബ്രേക്ക് നൽകി. 1985 സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും തിരക്കുള്ള വർഷമായിരുന്നു. ആ ഒരൊറ്റ വർഷം മാത്രം ഏകദേശം 18ഓളം സിനിമകളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ ആക്ഷൻ സിനിമകളിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന വില്ലനായി സന്തോഷ് തിളങ്ങി. സന്തോഷ് നായരുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഐക്കോണിക് വേഷം ഏതെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ ലോറൻസ്. K. മധു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന അനശ്വര കഥാപാത്രത്തിന്റെ വിശ്വസ്തനായ സഹായിയും ഉറ്റ സുഹൃത്തുമായാണ് സന്തോഷ് എത്തിയത്. സാഗർ ഏലിയാസ് ജാക്കി എന്ന് മോഹൻലാൽ വിളിക്കുമ്പോൾ ലോറൻസ് നൽകുന്ന പിന്തുണയും അവരുടെ കെമിസ്ട്രിയും മലയാളി പ്രേക്ഷകർ നെഞ്ചേറ്റി. വില്ലൻ പരിവേഷമുള്ള വേഷമാണെങ്കിലും ലോറൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു. ഈ ചിത്രത്തിന്റെ വമ്പിച്ച വിജയം സന്തോഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറി. ഇന്നും മിനി സ്ക്രീനുകളിൽ ഈ ചിത്രം വരുമ്പോൾ ലോറൻസ് എന്ന വേഷം ശ്രദ്ധിക്കപ്പെടുന്നു. മോഹൻലാലുമായുള്ള യഥാർത്ഥ ജീവിതത്തിലെ സൗഹൃദം സിനിമയിലും പലപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലെ നിസാർ എന്ന കഥാപാത്രം സന്തോഷിലെ നാടിന്റെ മറ്റൊരു മുഖം കാട്ടിത്തന്നു. നെഗറ്റീവ് ഷെയ്ഡുകൾ ഇല്ലാത്ത തികച്ചും പോസിറ്റീവായ ഒരു കഥാപാത്രമായിരുന്നു ഇത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ സഹദേവൻ എന്ന കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രമായ ശ്രീഹരിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ക്യാമ്പസ് കാലം തൊട്ടുള്ള അവരുടെ യഥാർത്ഥ സൗഹൃദത്തിന്റെ ആഴം ഈ ചിത്രത്തിലെ സംഭാഷണങ്ങളിലും പ്രകടനത്തിലും പ്രകടമായിരുന്നു. വില്ലൻ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തനിക്ക് സ്വഭാവ നടനായും ശോഭിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു. മമ്മൂട്ടിയോടൊപ്പം കമ്മത്താൻ കമ്മത്ത് തുടങ്ങിയ പിൻകാല ചിത്രങ്ങളിൽ ഹാസ്യരസമുള്ള വേഷങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തു. സിനിമയുടെ ഗ്ലാമർ ലോകത്തും ലളിതമായ ജീവിതം നയിക്കാൻ സന്തോഷ് ഇഷ്ടപ്പെട്ടിരുന്നു. സ്കൂൾ അധ്യാപികയായ ശുഭശ്രീയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. ഏക മകൾ ഡോക്ടർ രാജശ്രീ S. നായർ. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. അടൂർ ഏനാത്ത് വെച്ചുണ്ടായ ദാരുണമായ ഒരു വാഹന അപകടത്തിലാണ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ഈ കലാകാരൻ വിടവാങ്ങിയത്. സന്തോഷിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ മോഹൻലാലിന് വലിയൊരു ആഘാതമായിരുന്നു. തന്റെ ഓരോ വളർച്ചയിലും കൂടെ ഉണ്ടായിരുന്ന വെല്ലുവിളികളിൽ തണലായി നിന്ന ഒരു സഹോദരനെയാണ് ലാലിന് നഷ്ടമായത്. ഒരു വില്ലനായി വന്ന് സ്വഭാവ നടനായി മാറി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച സന്തോഷ് നായർ ഇന്നും തന്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുന്നു. ലോറൻസ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആ രൂപം കറുത്ത കുപ്പായമിട്ട സാഗർ ഏലിയാസ് ജാക്കിക്കൊപ്പം നിൽക്കുന്ന സന്തോഷ് നായരാണ്. ഈ വേഷം മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എന്നും അടയാളപ്പെടുത്തിയിരിക്കും. പരുക്കൻ വില്ലൻ വേഷങ്ങൾക്കപ്പുറം നർമ്മവും സ്നേഹവും നിറഞ്ഞ കലാകാരന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. സിനിമയിലെ ലോറൻസ് പോയെങ്കിലും അദ്ദേഹം സമ്മാനിച്ച അനശ്വരമായ മുഹൂർത്തങ്ങൾ മലയാളികളുടെ ഓർമ്മകളിൽ എന്നും തിളങ്ങി നിൽക്കും.